സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുന്നതിന്റെ കൂടെ തന്നെ ചർച്ചാ വിഷയമാകുന്നതായിരിക്കും റിവ്യൂസ് എന്ന് പറയുന്നത്. അതെ, റിവ്യൂസ് പണ്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം പുസ്തക നിരൂപണങ്ങൾ, സിനിമാ നിരൂപണങ്ങളൊക്കെ പണ്ട് തൊട്ടുണ്ട്. പക്ഷേ അതല്ല പ്രശ്നമായിട്ട് വരുന്നത്. റിവ്യൂസ് അല്ല പ്രശ്നമായിട്ട് വരുന്നത് തോന്നിയിട്ടുണ്ട്. റിവ്യൂ ബോംബിംഗ് ആണ് പ്രശ്നമായിട്ട് വരുന്നത്. അതായത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴോ ആ സിനിമയുടെ കഥയും അല്ലെങ്കിൽ ഈ സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം. ചില റിവ്യൂസ് ആണ് ഫുള്ള് കഥ അങ്ങോട്ട് പറയും. അതെ അതെ, അങ്ങനെ പറയുന്നത് മോശമാണ്. നമുക്കൊരു എക്സൈറ്റ്മെന്റ് കുറയ്ക്കും, ആൾക്കാരെ മീൻസ് ഓഡിയൻസിനെ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കുറയ്ക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് പറയുക. അവർക്ക് സിനിമ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളൊരു അഭിപ്രായം പറയുക. ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറൻസ് ആണ്. അതെ അതെ, അതിപ്പോൾ അതനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റെ ഇഷ്ടം അല്ലായിരിക്കും ചിലപ്പം വേറൊരാളുടെ ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ജോണറും ഓരോ ഇഷ്ടങ്ങളും, ചിലർക്ക് ആക്ഷൻ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മാസ് മസാല, ചിലർക്ക് ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ ആയിരിക്കും ഇഷ്ടം. ഓരോരുത്തർ അതനുസരിച്ച് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പിന്നെ ഓരോ ഏജ് ഡിഫറൻസ് അനുസരിച്ച് ഫാമിലി ഓഡിയൻസിന് ടാർഗറ്റഡ് ആയിട്ടുള്ള ചില സിനിമകളുണ്ട്, ടീനേജേഴ്സിനുണ്ട്, യൂത്ത്സിന് ടാർഗറ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പം ഏത് തരം ഓഡിയൻസിനാണ് അത് ഇഷ്ടപ്പെടുന്നതെന്ന് അവർക്കറിയില്ലായിരിക്കാം. അതെ, ചിലപ്പം ആ റിവ്യൂ ചെയ്യുന്നവർ ആ ഓഡിയൻസിന് ഏത് ഓഡിയൻസിനാണ് ആ ഒരു സിനിമ പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല, അതൊരു നല്ലൊരു സജഷൻ ആണ് ആക്ച്വലി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്തും റിവ്യൂസ് നമുക്ക് എവിടെ വേണമെങ്കിലും പറയാം, ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും പറയാം. കാരണം അതൊരു പൗരന്റെ മൗലിക അവകാശത്തിൽ പെട്ടതാണ്. പക്ഷെ അത് മറ്റൊരാളെ മോശപ്പക്കാരാക്കി പറയുന്ന പോലെ ആവരുത്. അതുപോലെ തന്നെയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ അതിന്റെ വിധി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ തിയേറ്ററിൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് കഴിഞ്ഞൊരു 48 മണിക്കൂറിന് ശേഷമേ ഒരു റിവ്യൂ ചെയ്യാവുള്ളൂ എന്നാണ് ആ വിധി. അതെ അതെ, അതെനിക്ക് നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. കാരണം പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി അറിയില്ല, മീൻസ് അഭിപ്രായം പറയേണ്ടവർക്ക് അഭിപ്രായം പറയാം, അങ്ങനെയാണ്. പക്ഷെ ഒരു സിനിമേനെയോ അല്ലെങ്കിൽ സിനിമ പ്രവർത്തകരെ ആരെയും ടാർഗറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അത് ഇൻഡിവിജ്വലി അവരെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന അതിനോട് താല്പര്യം. പിന്നെ കൊമേഴ്ഷ്യലി സക്സസ് ആവുന്ന സിനിമകളൊന്നും ചിലപ്പോൾ നല്ല സിനിമകളാകണം എന്നൊന്നുമില്ല. അങ്ങനെയില്ല. അതായത് ഒരു ആവറേജ് സിനിമേനെ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു സിനിമയാണെന്നോ അതുപോലെ തന്നെ ആവറേജ് സിനിമ ഭയങ്കര ഒരു മോശ സിനിമയാണെന്നോ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും പറയരുത്. ഉറപ്പായിട്ടും. അല്ല, അങ്ങനെയുള്ളപ്പം ഏത് ഓഡിയൻസ് ആണോ ആ സിനിമ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരൊന്നും ചെല്ലില്ല. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ നോക്കിയിട്ടല്ലേ പോവുള്ളൂ. അതേപോലെ തന്നെ OTT റിലീസ് ചെയ്ത സിനിമകൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമകളായിരുന്നു ആക്ച്വലി. ഇപ്പൊ റിവ്യൂ കാരണം നമ്മൾ അത് മിസ്സാക്കിയെന്ന് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ നല്ല സിനിമകൾ വരണം, നല്ല സിനിമകൾ വരണം, അത് ചർച്ച ചെയ്യപ്പെടണം. അതുപോലെ തന്നെ മോശ സിനിമയാണെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യണം. ആ ഒരു റിവ്യൂ ഉണ്ടല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ സിനിമ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഔട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ റിവ്യൂ ബോംബിംഗ് അല്ല വേണ്ടത്, റിവ്യൂസ് ആണ്.